നമസ്കാരം. ചൈതന്യം രാശി സ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തികകാല ഉൾപ്പെടുന്ന മേടരാശി. ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അനുകൂലമായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറോടുകൂടി വരാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. അതിപ്പോഴും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ആ ഷഫ്ലിങ്ങിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ നടക്കുന്ന ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് ഷിഫ്റ്റിങ് വേണമെങ്കിൽ നല്ല മാറ്റം സാമ്പത്തികമായിട്ടെല്ലാം ഉണ്ടാകാൻ സാഹചര്യമുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് എടുത്തു പറയേണ്ട കാര്യം, കളഞ്ഞിട്ട് വരണോ വേണ്ടയോ എന്ന് ചിലർക്ക് തോന്നാം. പക്ഷെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അനിവാര്യമായിട്ടുള്ള കാര്യം. ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്, ബുദ്ധിമുട്ട്, കാര്യങ്ങളൊക്കെ മാറി വരും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മനോവിഷമത്തിൽ നിന്ന് നമ്മൾ പിടിച്ചു നിൽക്കാനുള്ള സധൈര്യ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുറച്ച് മുന്നോട്ട് പോകേണ്ടത് ശരിയായിട്ടുള്ള സമയമാണ്. ഇതിന് ദൈവാധീനത്തിന് വേണ്ടി നാട്ടിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ, കുടുംബ തെക്കതിൽ അല്ലെങ്കിൽ കുടുംബ ദേവാലയത്തിൽ അതിൻ്റെയുള്ള പ്രാർത്ഥനയും സമർപ്പണവും ഉപചാര സമർപ്പണങ്ങളും ചെയ്യുന്നത് ഉചിതമായിരിക്കും. രണ്ടാമതൊരു പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്, വസ്തു സംബന്ധമായിട്ടുള്ള വിൽപ്പനയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതെ വീട് വിൽപ്പന കാര്യങ്ങളൊക്കെ അതിന് അനുയോജ്യമായിട്ട് ശരിയായുള്ള രീതിയിൽ നഷ്ടം വരാതെയും കോട്ടം വരാതെയും വിൽക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ മേടം, ഇടവം മാസങ്ങളിൽ അതിൻ്റെ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള കാര്യങ്ങൾ ദൈവാധീനത്താൽ കാണുന്നുണ്ട്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചുള്ള രണ്ടാം വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്. ആദ്യത്തെ ഡിവോഴ്സായോ മരണപ്പെടുകയോ ചെയ്ത് ലീഗലായിട്ടുള്ള പ്രോബ്ലം ഇല്ലാത്തവരെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതത്തിൽ ശരിയായിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണർ ഇനിയും വരാനുള്ള യോഗം കാണുന്നുണ്ട്. പക്ഷേ താൻ പാതി ദൈവം പാതി, നമ്മളത് തീരുമാനിക്കണം. പല നെഗറ്റീവ്സ് കാര്യങ്ങളും ഉള്ളത് മനസ്സിലിട്ട് മുന്നോട്ട് പോകാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു യോഗം ഇനിയും ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞ് തീരുമാനത്തിൽ എത്തേണ്ട ചില പ്രപ്പോസലുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് വീണ്ടും നമ്മൾ തട്ടിമാറ്റി നിഷേധിച്ച് വിടാതിരിക്കുന്നതായിരിക്കും ഉചിതം. ഇവിടെ സ്വയംവര കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള ബന്ധം വരാനും അത് മറ്റ് തടസ്സങ്ങളൊന്നും വരാതെ ഉറച്ചു നടക്കാനുള്ള ഈശ്വരാധീനത്തിനും കാരണമാകും. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു കാര്യം കൂടി പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. സ്കിൻ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളിൽ ഉഴലുന്നവർക്ക്, മാനസികമായിട്ട് പ്രയാസപ്പെടുന്നവർക്ക് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം ബ്രഹ്മീഘൃതം, ശിവകവച മന്ത്രം ജപിച്ച് വ്രതശുദ്ധിയോടുകൂടി കഴിച്ചാൽ ഒരു പരിധിവരെ ഈ സ്കിൻ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, മാനസിക അലട്ടലുകൾ നമ്മളിൽ നിന്ന് മാറി ആശ്വാസവും പരിഹാരവും ഉണ്ടാകാൻ നിയോഗം കാണുന്നുണ്ട്. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ, മുക്കാൽ, മിഥുനരാശി. മിഥുനരാശിക്കാരിൽ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന മനോഭാവം പലപ്പോഴും നമുക്ക് ശത്രുക്കളെ വീണ്ടും വരുത്തി വെക്കാൻ, അതുമൂലം ഉണ്ടാകുന്ന ദുഃഖവും വിഷമവും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ചില വേണ്ടപ്പെട്ട ആൾക്കാർ അവരുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായി മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. പ്രത്യേകിച്ച് ജാമ്യം നിൽക്കുന്ന കാര്യങ്ങൾ, ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ ജാമ്യം നിൽക്കുന്നെങ്കിൽ അത് നമ്മളെ ആയിരിക്കും കൂടുതൽ അഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാരണമായിട്ട് കാണുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അതൊരു കരുതൽ, ശ്രദ്ധയും ഉണ്ടായി മുന്നോട്ട് പോകേണ്ട സമയമാണ്, പ്രത്യേകിച്ച് ഈ വാരഫലത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാരണം ചില പോലീസ് സ്റ്റേഷൻ, കോടതി പറഞ്ഞ നടപടി കാര്യങ്ങളിലേക്ക് നമ്മളെ കൂടെ വലിച്ചിഴക്കേണ്ട സാഹചര്യം ഇനിയും വന്നുകൂടായികയില്ല. ഇവിടെ ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുന്നത്, അയ്യപ്പസ്വാമിക്ക് എള്ളുകിടി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. ഒരു 8 ശനിയാഴ്ചയെങ്കിലും ചെയ്യുന്നത്
വളരെ നല്ല ഈശ്വരാധീനം നമുക്ക് ഗുണകരമായിട്ടുണ്ട്. ശനിപാപ ദൃഷ്ടി ദോഷ ബന്ധനങ്ങൾ ഒരു പരിധിവരെ നമ്മളെ ബാധിക്കാതെ ആ മന്ത്ര ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും. പുണർദത്തിൽ കാല് പൂയം ആയില്യം കർക്കിടക രാശി. രണ്ടാമത് ഒരു സന്താന ഭാഗ്യത്തിന് താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവകൃപ അനുകൂലമായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ നല്ലൊരു പുത്രഭാഗ്യമോ പുത്രിഭാഗ്യത്തിനോ ഉള്ള യോഗം ഈ വാരഫലത്തിൽ സൂചിപ്പിക്കാതെ അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റോ മറ്റു കാര്യങ്ങളോ തേടേണ്ട കാര്യമില്ല. നോർമലി കാര്യങ്ങൾ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാഹചര്യം കർക്കിടക രാശിക്ക് അനുകൂലമാണ്. ഇവിടെ ദൈവാധീനത്തിന് വേണ്ടി തടസ്സങ്ങൾ വരാതിരിക്കാൻ, വിഘ്നങ്ങൾ വരാതിരിക്കാൻ വിഘ്നേശ്വര ഭഗവാനെ കറുകമാല 11 വ്യാഴാഴ്ച ചെയ്ത് 11ാമത്തെ വ്യാഴാഴ്ച കൂട്ടുഗണപതി ഹോമം അല്ലെങ്കിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഭഗവാനെ സമർപ്പിക്കുക. അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വിശേഷ കാര്യങ്ങൾ നമുക്ക് അറിയാനും മുന്നോട്ട് പോകാനും ദൈവാധീനം നമുക്ക് തുണയായിട്ട് കാണുന്നുണ്ട്. കർക്കിടക രാശിക്കാരിൽ നോക്കുമ്പോൾ കുറച്ച് അധിക ചെലവുകൾ നിയന്ത്രിക്കില്ലെങ്കിൽ അത് കുടുംബ പ്രശ്നങ്ങളിൽ വഷളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മകം പൂര ഉത്രത്തിക്കാല് ചിങ്ങരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ സ്വന്തം കാര്യം മാറ്റി വെച്ച് നാട്ടുകാർക്കും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഓടുന്ന അവസ്ഥാവിശേഷത്തിനെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിനകത്ത് നിരന്തരം നമ്മളെ വിഷമിപ്പിക്കും. അപ്പം സ്വന്തം കാര്യം, അതോടൊപ്പം വീട്ടുകാര്യവും, അതോടൊപ്പം ബാക്കിയുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കേണ്ടതും കേൾക്കേണ്ടതും നടത്തേണ്ടതും കൂടെ കുറച്ച് സമയവും സാമ്പത്തികവും നമ്മൾ ചെലവഴിക്കില്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക്, വീട് തന്നെ മാറണോ വേണ്ടിയോ എന്ന് വരെ ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ ചില സാഹചര്യത്തിൽ വന്നുകൂടായില്ല. അപ്പം ഗൃഹത്തിൽ അകത്തുണ്ടായിരിക്കുന്ന ഈ നെഗറ്റീവ് അന്തരീക്ഷം, രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, അത് മാറ്റിയെടുക്കും. പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും കാണുന്നതും നമ്മൾ നൽകുന്നതും തമ്മിൽ ഒരു കണക്ടിവിറ്റി ഉണ്ടായില്ലെങ്കിൽ പറ്റില്ല. നമുക്ക് നമ്മളെ എപ്പോഴും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തിരിച്ചറിവ് ആദ്യം നമ്മളിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലെ കാര്യങ്ങളെ ബാധിക്കും. അത് നാളത്തെ ദുഃഖത്തിലേക്ക് കാരണമാകുകയും ചെയ്യും. അതിൽ നമ്മളൊരു കൺട്രോൾ, നിയന്ത്രണം കൊണ്ടുവരണം. നമ്മളതിനെ കുറച്ച് ഫ്രീ മൈൻഡ് കൊടുത്തേ പറ്റൂ വീട്ടിലെ കാര്യങ്ങൾ. ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി. ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ബിസിനസ് മേഖലയിൽ റെസ്റ്റോറൻറ്റ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഈ മേഖലയിൽ, അതോടൊപ്പം തന്നെ സൂപ്പർ മാർക്കറ്റ് ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം അനുകൂലമായിട്ട് പോസിറ്റീവായിട്ട് കാണും. കുറേ സാമ്പത്തികം പുറത്തുനിന്ന് നമുക്ക് കിട്ടാനുള്ളതൊക്കെ കുറച്ചൊക്കെ വരാൻ, ബാങ്ക് വായ്പാ സംബന്ധമായിട്ടുള്ള ചില കുരുക്കുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക ഗുണം അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ കച്ചവടം എന്ന് പറയുമ്പോൾ അത് കൊടുക്കൽ വാങ്ങൽ എന്നുള്ളത് മാത്രമല്ല, ചില കാര്യങ്ങളിലെ വിശ്വസനീയതയും കൂടിയാണ്. അത് സർവീസിനെയും കൂടെ ബാധിക്കും. നമ്മളെ മൂലം ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ്, ഡീലിങ്സ്, എക്സ്പീരിയൻസ് എന്നുള്ളത് സർവീസിനെയും കൂടെ ബാധിച്ചുള്ളൊരു ഗുഡ്വില്ലായിരിക്കും നമ്മുടെ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എനർജി. ഇത് പലപ്പോഴും നമ്മളുടെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള കാര്യങ്ങൾ, ശ്രദ്ധക്കുറവുണ്ട്, കോട്ടങ്ങളുണ്ടാകും. ഇത് ആരുടെയും തല വയ്ക്കാൻ പറ്റും, നമ്മളെ ഏറ്റെടുത്തേ പറ്റൂ. ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം സ്ഥാപനത്തിൽ വെച്ച് നെയ്വിളക്ക് ഒരു മണ്ഡലം 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് കാര്യങ്ങളുടെ ഗതി മാറ്റാനും പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സഹായകരമാകും. അഷ്ടലക്ഷ്മി കവച മന്ത്രം ചക്രമായിട്ട് വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളും കൂടെ സൂചിപ്പിക്കണം. അതിലൊന്ന്, വിദേശത്ത് പഠനത്തിനോ തൊഴിലിനോ ബിസിനസ്സിനോ പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ചില പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ അത് മാറി മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. പോയാൽ അത് വിജയവും ഉണ്ടാകും.
രണ്ടാമത് പ്രധാനമായിട്ടും കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കിട്ടാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ന്യായമായിട്ട് കിട്ടാനുള്ള കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ വരാനും മുന്നോട്ട് പോകാനും ബന്ധങ്ങൾക്ക് വിള്ളൽ വരാതെ കാത്ത് മുന്നോട്ട് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ശനി ഭാവുക ബന്ധന ദോഷങ്ങൾ കന്നിരാശിക്കാരെ കൂടുതൽ വരയ്ക്കുന്നുണ്ട്. ചില ബന്ധങ്ങളിൽ വരുന്ന ഡിസ്റ്റൻസ് നമ്മളെ മാനസികമായിട്ട് തളർത്തും. ബ്രേക്കപ്പ് അല്ല, ഡിസ്റ്റൻസ്. അത് പരിഹരിച്ച് കൊണ്ടുപോകുന്നതിന് നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. ഇല്ലെങ്കിൽ ലൈഫിൽ തന്നെ നമുക്ക് കോട്ടവും നഷ്ടവും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. ചിത്തിരത്തര, ചോതി, വിശാഖത്തി, മുക്കാൽ തുലാം രാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ചില പ്രത്യേക കാര്യങ്ങളിൽ പോലീസ് സ്റ്റേഷൻ, കോടതി, വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വലിച്ചിഴയ്ക്കാൻ പാടില്ല. അത് ചിലർ പറയുന്നതോ കാണുന്നതോ നമ്മൾ വിശ്വസനീയമായിട്ട് പൂർണ്ണമായിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ മൊബൈൽ ഫോൺ യുഗത്തിൽ, ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിൽ പെട്ടെന്നായിരിക്കും നമുക്ക് നെഗറ്റീവ്സ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള സംശയം. അപ്പോൾ ഇത് മാനസികമായിട്ടുള്ള അലട്ടലും അതോടൊപ്പം തന്നെ അകൽച്ചയും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ഓപ്പൺ മൈൻഡായിട്ട് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ മനസ്സിലിട്ട് അതിനെ കൂടുതൽ നീറി കൊണ്ടുപോകാതെ അത് ഓപ്പൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ അത് തീർക്കും. ഐക്യമത്യ സൂക്ത പൂജ ചെയ്ത് ഗൃഹത്തിൽ ഭാഗ്യസൂക്ത കവച മന്ത്രം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ ബെഡ്റൂമിൽ അത് സ്ഥാപിക്കുന്നത്, ആ നെഗറ്റീവൊക്കെ ഒരു പരിധിവരെ നമുക്ക് എടുത്തു കളയാൻ പറ്റും. നമ്മളിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അത് പുറത്തേക്ക് വലിച്ചെറിയാൻ പറ്റും. ഭാഗ്യസൂക്ത കവച മന്ത്രം. വിഷാത്തിക്കാൽ അനിഴം കേട്ട വൃശ്ചിക രാശി. ഈശ്വരകടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ ചില കാര്യങ്ങളിൽ നമ്മളെ വീണ്ടും വലയ്ക്കാനും വേട്ടയാടുന്ന സാഹചര്യം കാണുന്നുണ്ട്. കാരണം പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ ഇതിനു മുൻപ് കാര്യങ്ങളെ വലിച്ചഴിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ള നെഗറ്റീവ്സ് വീണ്ടും ആവർത്തിക്കാൻ പാടില്ല. ചിലരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വശീകരിക്കപ്പെടാതെയും വശപ്പെടാതിരിക്കുന്നതിൻ്റെയും വൈരാഗ്യവും വാശിയും എന്നുള്ളതായിരിക്കും കാര്യകാരണം. ഇത് നമ്മൾ തിരിച്ചറിയും. ഇല്ലെങ്കിൽ ബന്ധങ്ങൾ മാത്രമല്ല സാമ്പത്തികങ്ങളും കൂടെ നമുക്ക് നഷ്ടപ്പെടാനുള്ള കാര്യകാരണങ്ങളിലേക്ക് ഒരു വഴിത്തിരിവാകാനുള്ള സാധ്യത ഈ വാരഫലത്തിൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകും. നഷ്ടം നമുക്ക് തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഡിഗ്രി തലം മുതൽ PG അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ആ മേഖലയിലൊക്കെ നിൽക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ട്, മെഡിസിൻ ഫീൽഡിൽ പഠിക്കുന്നവർ, MBBS, MD, ആ തരത്തിൽ MTech ഈ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില ചലഞ്ചസ് വരാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. ഇവിടെ സബ്മിഷൻ എന്നുള്ളത് നമുക്ക് അനിവാര്യമായുള്ള സമയം. ശരിയായിട്ടുള്ള ദിശാബോധം നമുക്ക് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടാകും. ഏതെങ്കിലും ഒരു പേപ്പറിനോ വിഷയത്തിനോ അത് കുറവുണ്ടെങ്കിൽ അത് ഒരു വർഷത്തെ ലോസിലേക്ക് കൊണ്ടെത്തിക്കും. അത് വരാൻ പാടില്ല. ചുരുക്കം അരിയറ് വരാൻ പാടില്ല. ഇവിടെ വിദ്യാസൂക്ത കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയും സാരസ്വത അരിഷ്ടം ശിവഭഗവാനിൽ പൂജിച്ച് വ്രതശുദ്ധിയോടുകൂടി 11 ദിവസം കഴിക്കുകയും ചെയ്യാം. മനസ്സിൻ്റെ ധൈര്യം, കോൺഫിഡൻസ് ഇല്ലായ്മയ്ക്ക് പരിഹാരം, അതോടൊപ്പം ബുദ്ധി, ഓർമ്മശക്തി ഇതെല്ലാം തിരിച്ചെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഈശ്വരാധീനം വളരെ അനുകൂലമാണ്. മൂലം, പൂരാടം, ഉത്രടത്തിക്കാല് ധനുരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇത് ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് സാമ്പത്തിക പ്രയാസങ്ങൾ വരാനുള്ള സാധ്യത കുറച്ച് കണ്ടും കേട്ടും സിസ്റ്റം നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പെട്ടുപോകും. പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥ വീണ്ടും വരാൻ പാടില്ല. ഉന്നതമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ, ഡ്രീമിനെ നമ്മൾ കൊണ്ടെത്തിക്കണമെന്നുള്ളതാണ്. ഇവിടെ പലർക്കും കഴിവുണ്ടെങ്കിലും അതിനുവേണ്ടി
താല്പര്യക്കുറവ്, സമയം മാത്രമല്ല നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും പുറകിലോട്ടാകുന്ന സ്ഥിതിവിശേഷം സ്വയം ഉണ്ടാകും. നഷ്ടം നമുക്ക് തന്നെ. അപ്പം ആ ഡ്രീം, ആ എനർജി തിരിച്ചെടുക്കുന്നതിന് വേണ്ടി സപ്തശുദ്ധി ഉപചാര സമർപ്പണം ചെയ്യും. സപ്തശുദ്ധി ഉപചാര സമർപ്പണം ചെയ്തിട്ട് അത് സുബ്രഹ്മണ്യ ഭഗവാനിലെ അഭിഷേക പൂജയായിട്ടും ചെയ്യുന്നത് വളരെ വിശേഷം. മുരുകസ്വാമിക്ക് 7 വെള്ളിയാഴ്ച പാലഭിഷേകം ചെയ്ത് 7ാമത്തെ വെള്ളിയാഴ്ച പായസ നിവേദ്യം നടത്തി സൂക്താർച്ചന ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവാധീനം കാണുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി നടക്കി. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ടും തുണയായിട്ടും നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മറ്റു കാര്യങ്ങൾ താല്പര്യപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടേഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ പോസിറ്റീവായുള്ള ഗ്രോത്ത് അനുകൂലമാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പുതുതായിട്ടുള്ള വർക്ക് എടുത്ത് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം തന്നെയാണ്. അതോടൊപ്പം നിലവിൽ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ അതുമൂലം സാമ്പത്തിക മെച്ചത്തിൽ കുറച്ച് മുന്നോട്ട് പോകാനും പരിഹരിച്ചു പോകേണ്ട കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനും കഴിയുമെന്ന് പ്രതീക്ഷ വക നൽകുന്നുണ്ട്. ശരിയായിട്ടുള്ള മേഖലയിൽ നിന്ന് നമുക്ക് സപ്പോർട്ടീവായിട്ട് നടക്കാനും ഇടപാടുകൾ സുതാര്യമായിട്ട് നടക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് മറ്റ് തടസ്സങ്ങളോ നെഗറ്റീവ്സോ വരാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാവും. ഭദ്രകാളി ക്ഷേത്രത്തിൽ 7 വെള്ളിയാഴ്ച എങ്കിലും ഗുരുതി പുഷ്പാഞ്ജലി, അതായത് രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗം ഗുണകരമായിട്ട് ഭവിക്കും. അവിട്ടത്തര ചതയം പൂരുരുട്ടാതി മുക്കാൽ കുംഭരാശി. ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ബന്ധു വഴിയുള്ള ചില പ്രശ്നങ്ങളിൽപ്പെട്ട് കുടുംബ ഷെയറുമായിട്ടുള്ള തർക്ക വിതർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. വീടിൻ്റേതായിട്ടുള്ള ചില വാസ്തുദോഷം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ പരിഹരിച്ച് ഒരു മെയിൻ്റനൻസിൽ കൂടി വീടിൻ്റെ കാര്യങ്ങൾ, ശരിയായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാനും പൂജാമുറി, കിടപ്പുമുറി, അടുക്കള ഇതിൻ്റെ സ്ഥാനചലനം കൂടുതൽ കുഴപ്പമുണ്ടാകാത്ത രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹായകരമായിട്ടുള്ള സമയമാണ്. വാസ്തു പൂജയോ വാസ്തു ബലിയോ ഗൃഹത്തിൽ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. ബിസിനസ് മേഖലയിലെ ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് ചില ഭാഗത്തുനിന്ന് നമ്മൾ വിട്ടുപോകണമെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് അപ്രോച്ച് നമ്മളെടുത്ത് തേടി വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം നമ്മളെ ഒഴിവാക്കണം, പറഞ്ഞു വിടണം, ഈ തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ വരാനും അതുമൂലം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ചിന്താകുഴപ്പത്തിലും വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് വരുന്ന 3 മാസം എങ്കിലും പിടിച്ചു നിന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന തകർച്ചയിൽ നിന്ന് നമ്മുടെ സ്ഥാപനം, ബിസിനസ് കരകയറാനും ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ വീണ്ടെടുക്കാനും ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട്. അശ്വാരൂഢ കവചിത മന്ത്രം ഗൃഹത്തിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പൂരുരുട്ടാതിക്കാല് ഉത്രട്ടാതി, രേവതി, മീനം രാശി. മീനം രാശിക്കാരെ സംബന്ധിച്ചോളം ചില വ്യക്തിബന്ധങ്ങൾ അകന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ കുറച്ചുകൂടെ ക്ഷമയും ശ്രദ്ധയും താല്പര്യവും അവരിലേക്ക് നമ്മൾ ചൊരിയണം. കാരണം നിസ്സാര ചില കാര്യങ്ങൾ വരുന്ന തെറ്റിദ്ധാരണയായിരിക്കും, മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന തെറ്റിദ്ധാരണയായിരിക്കും. പക്ഷെ നമ്മൾ ബലിയാടാകാനോ അതുപോലെ ഉണ്ടാകുന്ന മനോദുഃഖങ്ങളിൽ പെടാനോ പാടില്ല. അതിന് നമ്മളായിട്ട് തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന സമയമാണ് ഈ വാരഫലത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം വീട് മാറണോ വേണ്ടയോ എന്ന് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് റെൻറ്റിൽ താമസിക്കുന്നവർക്ക് അനുകൂല സമയം. വാഹന സംബന്ധമായിട്ടുള്ള ചേഞ്ച് മാറ്റി വാങ്ങാനോ പുതുതായിട്ട് വാങ്ങാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സന്ദർഭം തന്നെയാണ്. പ്രത്യേകിച്ച് 8ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം
ചില കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകണം എന്നുള്ളതാണ് സത്യം. അവരവർ ശ്രദ്ധാലുക്കളാണ്. പ്രത്യേകിച്ച് രക്ഷകർത്താക്കളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ സ്വീകാര്യതയായിട്ട് തോന്നില്ല. പക്ഷെ അത് പരിവർത്തന യോഗ സമയത്താണ്. എപ്പോഴെപ്പോഴും പടിയെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു കൂട്ടുകാരി മിണ്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം ആകെ വാടിയിരിക്കും. മുടി കൊഴിഞ്ഞാൽ സങ്കടം, ഭക്ഷണം നേരെ കഴിക്കില്ല, വണ്ണം വയ്ക്കുമെന്ന് പേടിച്ച്. ആൺകുട്ടികളെ സംബന്ധിച്ചോളം മൊബൈല്, മറ്റു കാര്യങ്ങൾ കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അലസത, പഠിത്തത്തിലുള്ള ശ്രദ്ധക്കുറവുണ്ടോ എന്ന് തോന്നും. മുടി സ്പൈക്ക് ചെയ്യണോ, ജിമ്മിൽ പോകണോ, ആക്റ്റീവ് കുത്തണോ, ബൈക്ക് എടുക്കണോ, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ സ്വാഭാവികം. പക്ഷെ നമ്മുടെ പ്രധാന കർമ്മമായിട്ടുള്ള പഠനം, അതിൽ നല്ല വിജയം, ഈ വക കാര്യങ്ങൾ കൊണ്ട് പുറകോട്ട് പോകാൻ പറ്റില്ല. ഒടുക്ക എക്സാം ടൈമിൽ ടെൻഷൻ വരിക, അത് ഒഴിവാക്കണം. ശ്രീവിദ്യ സരസ്വതി കവചിത മന്ത്രം ദേഹരക്ഷയൊക്കെ ധരിച്ച് നമുക്കൊരു അഡീഷണൽ പ്രൊട്ടക്ഷൻ, സപ്പോർട്ട് അത് വേണം. മനസ്സ്, സ്വഭാവം, ഏകാഗ്രത, ഓർമ്മ, അതോടൊപ്പം കോൺഫിഡൻസ് ഈ സരസ്വതി കവച മന്ത്രത്തിന് പ്രദാനം ചെയ്യാൻ പറ്റും. വിദ്യാ സരസ്വതി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കിത്തരും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുന്നു. വീണ്ടും അടുത്ത ആഴ്ച.